ആത്മാബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ ലോകത്തിൽ ശരീരമെടുത്ത് നാം വന്നിരിക്കുന്നത് പല കർമ്മഫലങ്ങളെയും അനുഭവിക്കുന്നതിന് വേണ്ടിയാണ്. അതിനാൽ നമ്മുടെ ജീവിതം ശ്രേഷ്ഠമായ കർമ്മങ്ങൾ കൊണ്ട് ഉത്കൃഷ്ടമായ ഭാവിയെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയാണ്. കർമ്മത്തിലൂടെ മനഃശുദ്ധി വന്ന് നാം കർത്തൃത്വ ബുദ്ധി കൂടാതെ ചെയ്യേണ്ടതായ സ്വധർമ്മം ചെയ്തുകൊണ്ട് കൈവല്യാവസ്ഥയെ പ്രാപിക്കുകയാണ് ജന്മ രഹസ്യം. അതുകൊണ്ട് ജീവിതം കർമ്മമെന്നോർക്കൂ, കർമ്മരാഹിത്യം മൃത്യുവെന്നോർക്കൂ. താൻ നിയന്ത്രിച്ചു ചെയ്യുന്ന കർമ്മമേ സ്വാതന്ത്ര്യലോകം തെളിക്കൂ. ജീവിതം കർമ്മമെന്നോർക്കൂ. ഏത് മനുഷ്യനായാലും ഇവിടെ കർമ്മം ചെയ്തേ പറ്റൂ. ഈ ശരീരത്തെ നിലനിർത്താൻ അനിവാര്യമായത് കർമ്മമാണ്. കർമ്മം ചെയ്യാതെ ഒരാളും ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കുകയില്ല. അതിനാൽ കർമ്മം ചെയ്യാതിരിക്കുക എന്നത് മരണത്തിന് തുല്യമാണ്. ജീവിതം കർമ്മമെന്നോർക്കൂ, കർമ്മരാഹിത്യം മൃത്യുവെന്നോർക്കൂ. ഈ കർമ്മത്തെ ഉപേക്ഷിച്ച് ചെയ്യേണ്ടതായ സ്വധർമ്മം ചെയ്യാതെ ഇരിക്കുന്നത് മരണത്തിന് സമാനമാണ്. അവർ ജീവിക്കുന്നേ ഇല്ല എന്ന് പറയാം. അതുകൊണ്ട് ജീവിതം കർമ്മമെന്നോർക്കൂ, കർമ്മരാഹിത്യം മൃത്യുവെന്നോർക്കൂ. താൻ നിയന്ത്രിച്ചു ചെയ്യുന്ന കർമ്മമേ, നമ്മൾ തന്നെ നാം ചെയ്യേണ്ടത് എന്തോ അത് നിയന്ത്രിച്ചുകൊണ്ട് ചെയ്യുക തന്നെ വേണം. വേണ്ടാത്ത കർമ്മങ്ങളിലേക്കാണ് പോകുന്നതെങ്കിൽ അതിൻ്റേതായ ഭവിഷ്യത്ത് തീർച്ചയായിട്ടും നമുക്കുണ്ടാകും. അതുകൊണ്ട് വേണ്ട കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിന് ഉത്കൃഷ്ടമായ ഫലവും ലഭിക്കും. അതാണ് താൻ നിയന്ത്രിച്ചു ചെയ്യുന്ന കർമ്മമേ. നമ്മൾ തന്നെ നിയന്ത്രിച്ചു ചെയ്യുന്ന കർമ്മം മാത്രമേ സ്വാതന്ത്ര്യലോകം തെളിക്കൂ, സ്വതന്ത്രമായ അവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കുകയുള്ളൂ. ഇതിനുള്ള അറിവ് നമുക്ക് കിട്ടണ്ടേ? ഇപ്രകാരമാണ് കർമ്മരഹസ്യം എന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ശ്രേഷ്ഠമായ പദത്തിലേക്ക് ഉയർത്താനുള്ള അറിവ് നമുക്ക് കിട്ടണമെങ്കിൽ അത്തരം അറിവ് ലഭിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നാം പോയേ പറ്റൂ. അത് നാം വേണ്ടേ പോകാൻ? ഞാൻ അതിനൊന്നും പോകുന്നില്ല. എനിക്ക് സത്സംഗമോ ആധ്യാത്മികമായ പ്രഭാഷണമോ അതുപോലെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒന്നും എനിക്കറിയണമില്ല എന്ന് പറഞ്ഞൊരാൾ ഇരിക്കുകയാണെങ്കിൽ അയാളെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അയാളേതെങ്കിലും തനിക്ക് തോന്നിയ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ച് ജീവിതം അവസാനിപ്പിക്കുന്നു. എന്നാൽ വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്നും വേണ്ടതിലേക്ക് പോകണമെങ്കിൽ വേണ്ടതെന്താണ് വേണ്ടാത്തതെന്താണ് എന്ന തിരിച്ചറിവ് നമുക്ക് കിട്ടണം. ആ തിരിച്ചറിവ് മഹത്തുക്കളിൽ നിന്നും നമുക്ക് കിട്ടും. അങ്ങനെ മഹത്തുക്കളായ മഹാത്മാക്കളായ സജ്ജനങ്ങളുമായുള്ള സംസർഗം കൊണ്ട് മാത്രമേ നമുക്ക് പാത തെളിഞ്ഞു കിട്ടുകയുള്ളൂ. അങ്ങനെ തെളിഞ്ഞു വന്ന ആ പാതയിലൂടെ അറിവ് ആദ്യം നേടുകയും അതിനനുസരിച്ച് നാം ജീവിക്കുകയും ചെയ്യൂ. അതാണ് സ്വാതന്ത്ര്യ ലോകം തെളിക്കൂ. സ്വതന്ത്രമായ ലോകം നമുക്കുണ്ടാവണമെങ്കിൽ നാം അതിനുള്ള അറിവ് നേടി അതിനനുസരിച്ച് ജീവിക്ക തന്നെ വേണം. ഇതെത്ര പരമാർത്ഥ സത്യമാണ്! ഈ സത്യം നാം ശ്രവിച്ച് ഇത് നാം മനനം ചെയ്ത് അത് നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി പ്രാവർത്തികമാക്കി തീർക്കുമ്പോൾ നമുക്ക് സ്വതന്ത്രമായ ഒരവസ്ഥയിലേക്ക് നാം എത്തിച്ചേരും. ആ സ്വാതന്ത്ര്യാവസ്ഥ നമുക്ക് നേടിത്തന്നത് ആരാണ്? നാം തന്നെയാണ്. നമ്മളിലുള്ള അറിവാണ് നമുക്ക് അതിനുള്ള പ്രചോദനം തന്നത്. ആ അറിവ് നേടാൻ നമ്മെ സഹായിക്കുന്നത് ആ സർവേശ്വരനാണ്.
അതിനാൽ നാം എപ്പോഴും തന്നെ ആ സർവേശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. അപ്പോൾ മാത്രമേ നമുക്ക് വേണ്ട വഴിയിലേക്ക് തിരിക്കാനും സജ്ജനങ്ങളെ സമീപിക്കാനും അവരിൽ നിന്ന് നല്ല വാക്കുകൾ കേട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ജീവിതം കർമ്മമെന്നോർക്കൂ, കർമ്മരാഹിത്യം മൃത്യുവെന്നോർക്കൂ, താൻ നിയന്ത്രിച്ചു ചെയ്യുന്ന കർമ്മമേ സ്വാതന്ത്ര്യലോകം തെളിക്കൂ.